മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോവൽ അവിചാരിതം. ഒറ്റ ശ്വാസത്തിൽ ഫോണിലൂടെ അമൃത പുതിയ സംഭവ വികാസങ്ങൾ സഞ്ജുവിനോട് പറഞ്ഞു. ഇനിയൊന്നും സംശയിക്കാനില്ല. നിന്റെ അച്ഛൻ മഹിയെ തേടി കൊടൈക്കനാലിലേക്കാ പോയത്. അതിന് അയാൾ സിനിമ ചെയ്യുന്ന കാര്യം അച്ഛൻ അറിഞ്ഞിട്ടില്ല. പിന്നെങ്ങനെ കൊടൈക്കനാലിൽ പോകും? അങ്കിൾ അയാളുടെ വീട്ടിൽ ചെന്നതായി വിവരം കിട്ടിയില്ലേ? അയാളുടെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും. അങ്കിൾ ഓട്ടോയിൽ തൃശൂർ വന്നിറങ്ങിയ നിലയ്ക്ക് അയാളെ തേടി തന്നെയാ പോയത്. അത് ശരിയായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. അയാളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്കിൾ തിരിച്ചു വരും. സിനിമാ ലൊക്കേഷനിൽ ചെന്ന് അങ്കിളിനൊന്നും ചെയ്യാനാവില്ല. അങ്കിൾ കാണിച്ചത് എടുത്തുചാട്ടമായി പോയി. സഞ്ജുവിന് അത് പറയാം. അച്ഛന്റെ മാനസികാവസ്ഥ ഒന്നോർത്തു നോക്ക്. ഇത്രയും കാലം അച്ഛൻ സംയമനം പാലിച്ചു. അച്ഛന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ എന്നേ ആ സ്ത്രീ കൊല്ലപ്പെട്ടേനെ. വീടെന്ന ഒരു പ്രതീക്ഷയായിരുന്നു അച്ഛന്. ഇനി എന്തിന്റെ പേരിൽ നാണം കെട്ടവനായി അച്ഛൻ ജീവിക്കും? അവൾ തേങ്ങിക്കരഞ്ഞു. അങ്കിൾ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. വീടും പറമ്പും വിറ്റുപോയിട്ടില്ല. ആധാരം നടത്താതെ പണം കൊടുത്തവർക്ക് വീട്ടിലും പറമ്പിലും ഒന്നും ചെയ്യാനാവില്ല. പണം മടക്കി കൊടുത്തില്ലെങ്കിൽ കുടുങ്ങാൻ പോകുന്നത് നിന്റെ അമ്മയാ. അവർ ആ സ്ത്രീയെ കൊണ്ടുപോകും. അവളുടെ കരച്ചിൽ നിന്നു. വിനയൻ മാഷ് പറഞ്ഞ പോലെ കടം തീർത്ത് ആധാരം തിരിച്ചെടുക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നിന്റെ അമ്മ കഴിയുന്നത്. നീ ഇപ്പോ ഒന്നും അറിഞ്ഞതായി അവരോട് ഭാവിക്കരുത്. നിന്റെ അമ്മയുടെ നീക്കങ്ങൾ അറിഞ്ഞു വേണം മുന്നോട്ട് പോകാൻ. അമ്മു, നാളെ പുറത്തേക്ക് വാ, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്താലോചിക്കാനാ? നിങ്ങളിപ്പോഴും ആ സത്യം അറിഞ്ഞിരുന്നില്ലെങ്കിലോ? അങ്ങനെ ചിന്തിക്ക്. അവൾ മിണ്ടാതെ നിന്നു. അമ്മു, നിന്റെ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായി. ഇതിനെ നമ്മൾ എന്ത് ബുദ്ധി ഉപയോഗിച്ച് പരിഹാരം കാണുമെന്ന് ചിന്തിക്കണം. എല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ ഒരു സെക്കൻഡ് മതി. പക്ഷേ ആ സെക്കൻഡിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. വേണമായിരുന്നെങ്കിൽ അവർക്ക് വീട് വിൽക്കാമായിരുന്നു. അവർ അത് ചെയ്യാത്തത് നഷ്ടപ്പെടുത്തി കളയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ? വിലയാധാരം നടക്കാത്ത കാലത്തോളം ആ വീടും പറമ്പും നിങ്ങൾക്കുള്ളതാ. അമൃതയ്ക്ക് തെല്ല ആശ്വാസം തോന്നി. അച്ഛനൊന്ന് തിരിച്ചു വന്നാൽ മതിയായിരുന്നു. മനസ്സുറപ്പോടെ കാര്യങ്ങൾ നേരിടേണ്ട സമയമാണിത്. നീയൊന്ന് ചഞ്ചലപ്പെട്ടു പോയാൽ എല്ലാം തീർന്നു. അങ്കിൾ പോയത് കൊടൈക്കനാലിൽ തന്നെ എന്ന് നമ്മൾ ഊഹിക്കുന്നു. മഹിയുടെ നമ്പർ അങ്കിൾ ഓർത്തു വെക്കാൻ ഇടയില്ല. ഫോൺ കൊണ്ടുപോയിട്ടുമില്ല. പല സിനിമകളുടെയും ഷൂട്ടിംഗ് അവിടെ നടക്കുന്നുണ്ടാവും. ഔട്ട്ഡോറിലാണെങ്കിൽ മാത്രമേ അങ്കിളിന് ലൊക്കേഷൻ കണ്ടെത്താനാവൂ. കൊടൈക്കനാലിൽ കുറച്ച് ദിവസത്തെ ഷൂട്ടേ ഉള്ളൂവെന്ന് ആ സ്ത്രീ പറഞ്ഞിരുന്നു. എങ്കിൽ അങ്കിൾ അവിടെ എത്തുമ്പോൾ അവർ അവിടം വിട്ടു കാണും. ഇനി അതല്ല, അങ്കിൾ അയാളെ കണ്ടാൽ കരുതലോടെ മാത്രമേ അയാളെ നേരിടൂ. പിന്നെ മഹി ജീവനോടെ ഉണ്ടാവില്ല, അതുറപ്പാണ്. അവളൊന്ന് വിങ്ങി. ഇനി നിന്റെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യം കൂടി ഞാൻ പറയാം. നിന്റെ അച്ഛൻ മഹിയെ കൊന്ന വിവരം നിന്റെ അമ്മ അറിഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്യും. അതല്ലാതെ അവർക്ക് മുന്നിൽ മറ്റൊരു വഴിയില്ല. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. എന്ത് നേരിടാൻ നിന്റെ മനസ്സ് പ്രാപ്തമായിരിക്കണം. ശ്വാസം വിളങ്ങി അവൾ നിന്നു. ധൈര്യം കൈവിടരുത്. നിന്റെ അനിയത്തിക്ക് നീ മാത്രമേയുള്ളൂ. അങ്കിൾ അയാളെ കാണാതെ തിരിച്ചു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവൾ കോൾ കട്ട് ചെയ്ത് കട്ടിലിൽ ചെന്ന് വീണു കരഞ്ഞു. മൃദുല ഒരിക്കൽ കൂടി മഹേഷിന്റെ നമ്പറിലേക്ക് വിളിച്ചു. അവൻ ഉറങ്ങിയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ വീണ്ടും വിളിച്ചത്. നിനക്കെന്താ ഉറക്കമില്ലേ? അവന്റെ മുഷിഞ്ഞ സ്വരം കാതിലെത്തി. മഹി, എത്ര നേരമായി നിന്നെ വിളിക്കുന്നു. ജയേട്ടൻ അമൃതയോട് വഴക്കിട്ട് ഉച്ചയ്ക്ക് പോയതാ. ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. അതിന് ഞാനെന്ത് വേണം? മഹി, നീ സത്യം പറയണം. നീ എന്തെങ്കിലും ചെയ്തോ? എന്നോട് കള്ളം പറയരുത്. നീ വീണ്ടും അങ്ങനൊരു കടുങ്കൈ ചെയ്തെങ്കിൽ നേരം പുലരുമ്പോൾ സത്യം പുറത്തു വരും. ഓ, അതാണോ കാര്യം? ഇനി ഞാൻ അയാളെ എന്തിനു ഉന്നം വെക്കണം? ഇപ്പോൾ അയാൾ എനിക്കൊരു പ്രതിബന്ധമേ അല്ല. ഒരു മണ്ടത്തരം കാണിച്ച് ഒടുവിൽ കറങ്ങിത്തിരിഞ്ഞ് കൊലക്കുറ്റം എന്റെ തലയിൽ വന്ന് കയറാൻ ഇനി എന്തായാലും ഞാൻ ഒരുക്കമല്ല. അയാൾ എവിടെയോ മദ്യപിച്ച് ലക്ക് കെട്ടി കിടപ്പുണ്ട്. ഫോൺ വെച്ചിട്ട് നീ ചെന്ന് കിടന്നുറങ്ങ്. രാവിലെ അയാൾ കയറി വരും. മഹേഷ് കോൾ കട്ട് ചെയ്തു. അവന്റെ മനസ്സ് കോപവും അമർഷവും കൊണ്ട് നൊരഞ്ഞു. സോനു പോയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അവൾ വരില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. മഹേഷ് സെറ്റിയിൽ ചെന്നിരുന്നു. അവളെ വെച്ച് എന്തിനീ പടം ചെയ്യണം? ഷൂട്ട് നടക്കാതെ വന്നാൽ നാറാൻ പോകുന്നത് അവളാണ്. ഇതിനകം താനും അവളും തമ്മിലുള്ള ബന്ധം യൂണിറ്റിലെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അവൾക്ക് പറയാൻ വേറെ എന്താണുള്ളത്? അതവളെ അറിയിച്ചു കൊടുക്കണമെന്ന് അവന് തോന്നി.
മഹേഷ് എഴുന്നേറ്റ് ചെന്ന് സെല്ലെടുത്ത് തിരിഞ്ഞപ്പോൾ വാതിൽ തുറക്കുന്നത് കണ്ടു. സോനു അകത്തേക്ക് പ്രവേശിച്ചു. അവൾ തിരിഞ്ഞ് ഡോർ അടച്ചു കുറ്റിയിട്ടു. മഹേഷ് ഉള്ളിൽ ആർത്ത് ചിരിച്ചു. വിളറിയ ചിരിയോടെ അവൾ നടന്ന് അവന്റെ അടുത്ത് വന്നു. അവൾ കരഞ്ഞിട്ടുണ്ടെന്ന് മുഖം കണ്ടപ്പോൾ അവന് മനസ്സിലായി. നിന്റെ മമ്മിയുടെ സമ്മതത്തോടെയാണോ നീ വന്നത് മഹിയേട്ടാ? അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് നെഞ്ചിൽ മുഖം വെച്ചു. അവൻ അവളെ ചേർത്തണച്ചു നിർത്തി. മമ്മിക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക. അവൻ അവളെ ബെഡിൽ കൊണ്ടുചെന്നിരുത്തി. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതിയില്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടാതെ നിന്നെ ദേഹത്തെ തൊടാൻ പോലും ഞാൻ ആഗ്രഹിച്ചതല്ല. എനിക്കറിയാം മഹിയേട്ടനെ. അവളുടെ മുഖം അവൻ കൈകളിലെടുത്ത് അടുപ്പിച്ചു. അവളുടെ അധരങ്ങൾ വിറയ്ക്കുകയും മുഖം പിന്നോട്ട് വലിക്കുകയും ചെയ്തു. മഹിയേട്ടന് എന്നെ വിശ്വാസമായില്ലേ? മഹിയേട്ടനെ ഒരിക്കലും ഞാൻ ചതിക്കില്ല. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് മഹിയേട്ടന്റെ കൂടെയാ. സത്യം. എനിക്ക് നിന്നെ പിരിയാനാവില്ല. അവളുടെ ചുണ്ടിൽ അവൻ ഗാഢമായി ചുംബിച്ചു. പിടിച്ചടുപ്പിച്ച് മുഖത്തും കഴുത്തിലും ഉമ്മ വെച്ചു. അല്പനേരം അവൾ പ്രതിരോധിക്കാതെ ഇരുന്നു കൊടുത്തു. കിടക്കയിലേക്ക് ചായ്ച്ചപ്പോൾ അവൾ അവന്റെ നെഞ്ചിൽ കൈവച്ചെതിർത്തു. ഇനി നമ്മുടെ വിവാഹം കഴിഞ്ഞു പോരെ? അതല്ലേ ശരി? യാചന പോലെ അവൾ ചോദിച്ചു. അവൻ മനസ്സിൽ ചിരിച്ചു. മിടുക്കി, മമ്മിയുടെ മോൾ തന്നെ. ഇന്ന് നീ എന്റെ കൂടെ കഴിയണം. അത് ഞാൻ മോഹിച്ചിട്ടല്ല. നിന്നെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാനാ. നിന്നെ എനിക്ക് വിശ്വാസമാ. നിന്റെ മമ്മിയെ ഞാൻ വിശ്വസിക്കില്ല. അവളെ നെഞ്ചിലെടുത്ത് അവൻ ബെഡിലേക്ക് മറിഞ്ഞു. നിന്റെ മമ്മി തന്നെ വല വിരിച്ചു തന്നു. ജയിക്കാനായി ജനിച്ചവനാ മഹിയെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. രാവിലെ ജയരാമൻ തിരിച്ചു വരുമെന്ന മൃദുലയുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു തുടങ്ങി. ഉച്ച തിരിഞ്ഞിട്ടും അയാൾ വന്നില്ല. അമൃത മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി. ചാരുതയ്ക്ക് മാത്രം ഒരു കൂസലുമില്ലായിരുന്നു. ജയരാമൻ ദേവി പാർവതിയുടെ വീട്ടിലുണ്ടെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു അവൾ. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടതും അമൃത മുറിയിൽ നിന്നിറങ്ങി താഴേക്ക് ഓടി വന്നു. മൃദുല വാതിൽ തുറക്കുന്നത് അവൾ കണ്ടു. സിറ്റ് ഔട്ടിൽ വന്നപ്പോൾ അവിടെ വിനയൻ മാഷ് നിൽപ്പുണ്ട്. ഇനി എവിടെ പോയി അന്വേഷിക്കാനാ? ജയരാമൻ പോയിട്ട് നേരത്തോട് നേരമായില്ലേ? വിനയൻ മാഷ് ഉത്കണ്ഠപ്പെട്ടു. ചാരുത അവിടേക്ക് വന്നു. അങ്കിളിന്റെ ആക്ടിങ് കൊള്ളാം. അച്ഛൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞു വെച്ചിട്ട് എന്തിനാ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെയൊരു നാടകം? ചാരുത പരിഹസിച്ചു. കുട്ടി എന്തായി പറയുന്നത്? അവൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛൻ കാണിക്കുന്ന കൊള്ളരുതായ്മകൾക്ക് അങ്കിൾ കൂട്ടു നിൽക്കുന്നത് ആ ടീച്ചറെ ഓർത്തിട്ടല്ലേ? പക്ഷേ അച്ഛന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അങ്കിളിന് ഇപ്പോഴും അറിയില്ല. കാത്തിരുന്നു. പക്ഷേ അവരെ കിട്ടാൻ പോകുന്നില്ല. വിനയൻ മാഷിന്റെ മുഖം ഇരുണ്ടു. ചാരു, അകത്തു പോ. മൃദുല ദേഷ്യപ്പെട്ടു. അകത്തേക്ക് പോയത് അമൃതയായിരുന്നു. അവൾ പറഞ്ഞത് മാഷ് കാര്യമാക്കണ്ട. ദേവിയുടെ വീട്ടിൽ ജയേട്ടനുണ്ടെന്നാ കുട്ടികൾ വിശ്വസിക്കുന്നത്. എന്താ, മൃദുലയും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ജയേട്ടൻ എവിടെ പോയെന്ന് എനിക്കറിയില്ല. ദേവിയെ ചൊല്ലി തന്നെയാ കുട്ടികളുമായി വഴക്കിട്ടത്. ഞാനുമായിട്ടൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. മൃദുല കണ്ണുകൾ തുടച്ചു. മൃദുല തെറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയില്ലേ? അയാളുടെ ഒളിയമ്പ് അവളുടെ മനസ്സിൽ കൊണ്ടു. ഉള്ളിലെ പിടച്ചിൽ അവൾ മറച്ചുവെച്ചു. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. മാഷി വിളിച്ചാൽ ജയേട്ടൻ എടുക്കാതിരിക്കില്ല. അതൊരു കുറ്റപ്പെടുത്തലായിരുന്നു. ജയരാമനെ ഫോണിൽ കിട്ടിയെങ്കിൽ അന്വേഷിച്ച് നടക്കേണ്ട കാര്യം എനിക്കുണ്ടോ? നാടകം കളിക്കാനും അഭിനയിക്കാനും എനിക്കറിയില്ല. അതറിയുന്നവർക്കേ കഴിയൂ. വിനയൻ മാഷ് പിന്നെ അവിടെ നിന്നില്ല. അങ്ങേർക്കറിയാം അമ്മേ, ഇവിടുത്തെ വിശേഷം അറിയാനാ വന്നത്. അതാ നാണിച്ച് സ്ഥലം വിട്ടത്. അമ്മ വന്ന് ചോറുതാ. നമ്മൾ എന്തിനു ഉണ്ണാതെ ഉറങ്ങാതെ ഇരിക്കണം? ചാരുത അകത്തേക്ക് നടന്നു. മൃദുല ചെന്ന് വിളിച്ചിട്ടും അമൃത ഭക്ഷണം കഴിക്കാൻ വന്നില്ല. സൈലന്റ് മോഡിലായിരുന്ന ജയരാമന്റെ ഫോൺ ഇടയ്ക്കിടെ അവൾ എടുത്തു നോക്കും. മൃദുലയുടെ മിസ്ഡ് കോൾ മാത്രമേ വന്നിട്ടുള്ളൂ. രാത്രി മൃദുല വന്ന് വാതിലിൽ മുട്ടിയിട്ട് അമൃത വാതിൽ തുറന്നില്ല. നീ വന്ന് എന്തെങ്കിലും കഴിക്ക്. നിങ്ങളൊന്ന് പോയേ. സഹികെട്ട് അവൾ അലറി. 9 മണി കഴിഞ്ഞപ്പോൾ സഞ്ജുവിന്റെ കോൾ വന്നു. നീ നാളെയെങ്കിലും പുറത്തേക്കൊന്നു വാ. ഇനിയും വീട്ടിലിരുന്നിട്ട് കാര്യമില്ല അമ്മു. നമുക്ക് നമ്മുടേതായ വഴിക്ക് നീങ്ങാൻ സമയം കഴിഞ്ഞു. അവൾ മിണ്ടിയില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റൊന്നാണ്. അവസാന പ്രതീക്ഷയും കൈവിട്ടപ്പോ അങ്കിൾ നാട് വിട്ടു പോയതാവും. നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് അമൃത വാവിട്ട് കരഞ്ഞു. കരയരുത്, ഇനി നിന്റെ ഊഴമാണ്. നാളെ ഞാൻ ക്ഷേത്രത്തിനടുത്ത് വരാം. നീ വന്നില്ലെങ്കിൽ എനിക്ക് നിന്റെ വീട്ടിലേക്ക് വരേണ്ടി വരും. ഞാൻ വരാം. അവൾ സംസാരം അവസാനിപ്പിച്ചു. അച്ഛൻ അങ്ങനെ നാട് വിട്ടു പോകാൻ പറ്റുമോ?
ശിക്ഷയെല്ലാം ആ സ്ത്രീയുടെ തലയിൽ കെട്ടിവെക്കാൻ മക്കളെ ഉപേക്ഷിച്ചതാണോ അച്ഛൻ? അന്ന് രാത്രിയും അമൃതയ്ക്ക് ഉറങ്ങാനായില്ല. രാവിലെ ഡ്രസ് ചെയ്ത് അമൃത താഴേക്ക് വന്നു. ചാരുത സ്കൂളിൽ പോകാനുള്ള തിരക്കിലായിരുന്നു. മോൾ എവിടേക്കാ? സിറ്റിയിലിരുന്ന മൃദുല എഴുന്നേറ്റു. ചാരു പറഞ്ഞതിൽ സത്യമുണ്ടോന്നറിയണം. ഞാൻ ദേവി ടീച്ചറെ വീട്ടിൽ ചെന്ന് കണ്ടിട്ട് വരാം. എന്നാൽ ഞാനും വരാം. ചാരുത ഓടി വന്നു. നീ വന്നാൽ ശരിയാവില്ല. അച്ഛൻ അവിടെയുണ്ടെങ്കിൽ കരഞ്ഞു കാല് പിടിച്ച് കൊണ്ടുവരേണ്ട കാര്യം നമുക്കില്ല. മഹിയേട്ടനെ വിളിച്ച് വിവരം പറയണം. ഇന്നലെ തന്നെ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു. കൊടൈക്കനാലിൽ എവിടെയാ ഷൂട്ടിംഗ് നടക്കുന്നത്? ഏതോ എസ്റ്റേറ്റ് ബംഗ്ലാവിലെന്നാ അവൻ പറഞ്ഞത്. ഇന്ന് അവനെത്തുമെന്ന് പറഞ്ഞു. ഇന്ന് വിളിച്ചില്ലേ? ഞാൻ വിളിച്ചു, അവനെ കിട്ടിയില്ല. അവനെങ്കിലും ഒന്ന് എത്തിയാ മതിയായിരുന്നു. അമൃത നടക്കാൻ തുടങ്ങി. നീ ദേവിയുടെ വീട്ടിൽ ചെന്ന് ബഹളമുണ്ടാക്കരുതേ. അച്ഛൻ അവിടെയുണ്ടെങ്കിൽ ഒറ്റ വാചകത്തിൽ ഞാൻ എല്ലാം അവസാനിപ്പിച്ചു വരും. ഇനി അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരരുത്. അതാ ഞാൻ പറയാൻ പോകുന്നത്. അവൾ പുറത്തേക്ക് നടന്നു. പട്ടത്താനം വീടിനടുത്തെത്തിയപ്പോൾ ഗേറ്റിൽ പിടിച്ചു നിന്ന് വിനയൻ മാഷ് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അവളെ കണ്ട് അയാൾ കോൾ കട്ട് ചെയ്തു. മോളെങ്ങോട്ടാ? സഞ്ജുവിനെ കാണണം. ഇനിയും വെറുതെ ഇരിക്കാൻ പറ്റുമോ അങ്കിൾ? പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണ്ടേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാനും വരാം മോളെ. ആദ്യം സഞ്ജുവിനെ കാണട്ടെ. സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് ഞാൻ അങ്കിളിനെ വിളിക്കാം. അപ്പോൾ അങ്കിൾ വന്നാൽ മതി. ഇന്നലെ തന്നെ സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന് ഞാൻ വിവരം അന്വേഷിച്ചു. ആധാരം നടന്നിട്ടില്ല. നമ്മൾ ഊഹിച്ചതുപോലെ തന്നെയാ കാര്യങ്ങൾ. അവന്റെ മുന്നിൽ ചെല്ലാതെ ജയരാമൻ തിരിച്ചു വന്നാൽ മതിയായിരുന്നു. അച്ഛൻ പോയത് ആ ചതിയനെ തേടിയൊന്നുമല്ല. അച്ഛൻ നാട് വിട്ടതാ. അമൃത വിതുമ്പി. വിനയൻ മാഷ് സ്തബ്ധനായി നിന്നു. അവൾ വേഗം മുന്നോട്ട് നടന്നു. നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ കാർ തിരിച്ചിട്ട് സഞ്ജു ഇരിപ്പുണ്ട്. അമ്മു കേറ്. അവൾ കാറിൽ കയറി ഡോർ അടച്ചു. നിന്റെ അമ്മയ്ക്ക് ഇതുവരെ സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ? ആ പ്രയോഗം ഇനി വേണ്ട. അവർ എന്റെ ആരുമല്ല. എന്നെയും എന്റെ അനിയത്തെയും ആ സ്ത്രീ പ്രസവിച്ചതല്ല, വിസർജിച്ചതാ. ആറപ്പോടെ അവൾ മുഖം തിരിച്ചു. അവൻ വണ്ടി മുന്നോട്ടെടുത്തു. എന്റെ മനസ്സിൽ ഒരു ഉഗ്രൻ ഐഡിയയുണ്ട്. നമ്മൾ കുഴിക്കുന്ന കുഴിയിൽ അവനെ കൊണ്ടുവന്ന് വീഴ്ത്താൻ നമുക്ക് കഴിയും. ഡ്രൈവ് ചെയ്യുമ്പോൾ ആവേശത്തോടെ അവൻ പറഞ്ഞു. ടെൻഷൻ അടിപ്പിക്കാതെ എന്താന്ന് വെച്ചാ പറ. അവൻ ചിരിച്ചു. പറയാം. നമ്മളിപ്പോൾ പോകുന്നത് അവന്റെ വീട്ടിലേക്കാ. ഞാൻ പുറത്തുണ്ടാവും. അങ്കിൾ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോന്നാ ആദ്യം അറിയേണ്ടത്. ഇല്ലെങ്കിൽ പിന്നെ നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. സഞ്ജു ഗിയർ മാറ്റി. മണിയമ്മ സാമ്പാറിനുള്ള പച്ചക്കറി നുറുക്കുമ്പോൾ കുഞ്ഞുമായി മഞ്ജു വന്നു. മഹിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. രാവിലെ മുതൽ ഇതാ അവസ്ഥ. ഇവൻ എന്തു പറ്റി? ഇന്നലെ രാത്രി പറഞ്ഞത് ഇന്ന് കൂടിയേ ഷൂട്ടിംഗ് ഉള്ളൂന്ന. വീട്ടുവിശേഷം പറയാനല്ലേ അവന് നേരം? മണിയമ്മ കളിയാക്കി. രമേശ് ചേട്ടനും ചെറിയൊരു റോൾ കൊടുക്കാമെന്ന് അവൻ ഒരുവിധം സമ്മതിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് കൂട്ടായി രമേശ് ചേട്ടൻ എന്നെ അയച്ചത് തന്നെ അത് മനസ്സിൽ വെച്ച. രമേശൻ ഇനി സിനിമാ നടനാവാത്തതിന്റെ കുറവേയുള്ളൂ. ഉള്ള പണി കൂടി നീയായിട്ടാ അവനെ കൊണ്ട് കളയിപ്പിക്കരുത്. അമ്മ ഇടങ്ങേറുണ്ടാക്കാതിരുന്നാ മതി. കോളിംഗ് ബെൽ മുഴങ്ങി. കുഞ്ഞുമായി ചെന്ന് മഞ്ജു വാതിൽ തുറന്നു. വരാന്തയിൽ ഒരു കവറും തൂക്കിപ്പിടിച്ച് അമൃത നിൽക്കുന്നത് കണ്ട് അവൾ പകച്ചു. അമ്മോ, മഞ്ജു ചേച്ചി എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്? അമൃത ചിരിച്ചു. മണിയമ്മ അമ്പരപ്പോടെ പുറത്തു വന്നു. മോളെ, നീ എന്താ ഇങ്ങോട്ട് വന്നത്? എനിക്കിങ്ങോട്ട് വന്നൂടെ? കവർ അവൾ മണിയമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് കുഞ്ഞിനെ വാങ്ങി. മോനെ, ആന്റിയെ അറിയോടാ? അവൾ കുഞ്ഞിനെ കൊഞ്ചിച്ചു. മഞ്ജുവും മണിയമ്മയും മുഖാമുഖം നോക്കി. നീ തനിച്ചാണോ വന്നത്? അതെ. നീ വന്നത് ജയരാമൻ അറിഞ്ഞില്ലേ? അച്ഛൻ പിണങ്ങി നിൽക്കുക. ഇന്നലെ ഇവിടെ വന്നില്ലേ? വന്നു. മഹിയെ അന്വേഷിച്ചു. അവൻ സിനിമ പിടിക്കാൻ കൊടൈക്കനാലിൽ പോയെന്ന് കേട്ടിട്ട് ഒന്നും പറയാതെ പോയി. നീ വരണമെങ്കിൽ എന്തോ കാര്യമുണ്ട്. മണിയമ്മ സംശയം മറച്ചു വെച്ചില്ല. അച്ഛനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. വീട്ടിൽ ഞാൻ കാരണം അച്ഛൻ വലിയ വിഷമത്തിലാ. എന്റെയും മഹിയേട്ടന്റെയും വിവാഹം നടന്നു കാണാനാ അച്ഛൻ ആഗ്രഹിക്കുന്നത്. വിവാഹം നടത്താനായിട്ടാ അച്ഛൻ നാട്ടിൽ വന്നതും. എന്റെ ആഗ്രഹം ഞാൻ മണിയമ്മയോടും പറഞ്ഞതല്ലേ. 4-5 കൊല്ലം കഴിയാതെ വിവാഹം നടക്കില്ല. അമ്മു പഠിച്ചോളൂ എന്ന് പറഞ്ഞ് മഹിയേട്ടൻ അനുവാദവും തന്നു. പക്ഷേ അച്ഛൻ അതിന് തയ്യാറല്ല. അമൃതയുടെ കയ്യിലിരുന്ന് കുസൃതി കാണിച്ച കുഞ്ഞിനെ മഞ്ജു വാങ്ങി. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? അച്ഛന്റെ സന്തോഷത്തിൽ കവിഞ്ഞെനിക്കൊന്നുമില്ല. അച്ഛൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാ ഇന്നീ കാണുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടായത്. എന്റെ അച്ഛന്റെ ആഗ്രഹം തന്നെ നടക്കണം.
അപ്പോ നീ ഒരുത്തനെ പ്രേമിക്കുന്നതോ ഞങ്ങളൊന്നും അറിയുന്നില്ലെന്നാണോ നീ കരുതിയത്? എടുത്തടിച്ച പോലെ മഞ്ജു ചേച്ചിയോട് ആരാ ഇത് പറഞ്ഞത്? ഞാൻ ഒരുത്തനെയും പ്രേമിക്കുന്നില്ല. എന്റെ അച്ഛൻ എന്നെ അങ്ങനെയാ വളർത്തിയത്. രണ്ടുപേർക്കും ഉത്തരം മുട്ടി. അങ്ങനെ ഒരു കഥയുണ്ടാക്കിയത് മറ്റാരുമല്ല, എന്റെ അമ്മയാ. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എന്റെ കുറെ ഫ്രണ്ട്സ് വന്നു. അവർ വീട്ടിലും വന്നു. അതിലൊരു പയ്യനെ ചേർത്ത് അമ്മ കഥയുണ്ടാക്കി അച്ഛനോട് പറഞ്ഞു. അതെന്തിനാണെന്നോ? ഞാനൊരു ഡോക്ടറായാൽ മഹിയേട്ടനേക്കാൾ വലിയ ബന്ധം കിട്ടുമെന്ന മോഹം വെച്ച്. +2 കാരന് വേണ്ടെന്ന നിലപാട് അമ്മയ്ക്ക്. മരുമോനും ഡോക്ടറായാൽ മതിയെന്ന്. മണിയമ്മ മിഴിച്ചു നിന്നു. അമ്മ എന്നെ ചേർത്ത് പറഞ്ഞ പയ്യന്റെ പേര് സഞ്ജു എന്ന. അവരൊക്കെ വലിയ ആളുകളാ. അതിനേക്കാൾ രസകരമായ മറ്റൊന്നുകൂടിയുണ്ട്. സഞ്ജുവും അവന്റെ മുറപ്പെണ്ണ് സാന്ദ്രയും തമ്മിലുള്ള വിവാഹം വീട്ടുകാർ പണ്ടേ പറഞ്ഞു വെച്ചതാ. ബാംഗ്ലൂരിൽ പഠിക്കുക ആ കുട്ടി. മഹിയേട്ടൻ ഇതൊക്കെ അന്വേഷിച്ച് ബോധ്യപ്പെടാൻ ഒരു പ്രയാസവും ഇല്ല. മഞ്ജു മണിയമ്മയെ നോക്കി. കഷ്ടം, അവരൊന്നും ഇതറിഞ്ഞിട്ടില്ല. എനിക്ക് മെഡിസിന് ചേരണമെന്നൊരു മോഹമുണ്ട്. അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. അമ്മയ്ക്ക് അച്ഛന്റെ ബന്ധുക്കളോട് പണ്ടേ ഇഷ്ടക്കേടാ. അവൾ കർച്ചീഫ് കൊണ്ട് കണ്ണു തുടച്ചു. എനിക്ക് വലുത് എന്റെ അച്ഛനാ. ഞാൻ മെഡിസിനൊന്നും പോകുന്നില്ല. എന്റെയും മഹിയേട്ടന്റെയും വിവാഹക്കാര്യം നാട്ടിലെല്ലാവർക്കും അറിയാം. എന്റെ കൂട്ടുകാർക്കും അറിയാം. എന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുവന്നിട്ടുള്ളത് മഹിയേട്ടനല്ലേ? നിങ്ങളെല്ലാവരും തീരുമാനിച്ചത് തന്നെ നടക്കട്ടെ. എനിക്കൊരു എതിർപ്പുമില്ലെന്നും സന്തോഷമേ ഉള്ളുവെന്നും മണിയമ്മയെ കണ്ടു പറയാനാ ഞാൻ വന്നത്. രണ്ടുപേരെയും നോക്കി അവൾ ചിരിച്ചു. അത് പിന്നെ അവൻ വരാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. നിനക്ക് അവനെ താല്പര്യമില്ലെന്നറിഞ്ഞ് അവൻ ഏതോ പെൺകുട്ടിയെ കണ്ടുവച്ച കാര്യം എന്നോട് പറഞ്ഞിരുന്നു. മണിയമ്മ അത് ഒളിച്ചു വെച്ചില്ല. മഹിയേട്ടന് ഇഷ്ടമില്ലെന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞത്? ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ പറയൂ? MBBS കഴിഞ്ഞിട്ട് പോരെ വിവാഹം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുവരെ മഹിയേട്ടൻ കാത്തിരിക്കുമെന്നാ ഞാൻ കരുതിയത്. അവൾ പാടെ നിഷേധിച്ചു. മഹിയേട്ടൻ ഒരാളെ കണ്ടുവെച്ചെങ്കിൽ അധിക നാളൊന്നും ആയിട്ടില്ലല്ലോ. അതുപോലെയാണോ ഞാൻ? കുട്ടിക്കാലം മുതൽ ഞാൻ സ്വപ്നം കാണുന്നതാ മഹിയേട്ടന്റെ കൂടെയുള്ള ജീവിതം. അത് മണിയമ്മയ്ക്ക് അറിയാമല്ലോ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ മണിയമ്മ ഞങ്ങളുടെ വിവാഹക്കാര്യം അച്ഛനോട് പറഞ്ഞത്. ഒരു പെൺകുട്ടിയെ മോഹിപ്പിച്ചിട്ട് ഇങ്ങനെ പറയാമോ? എന്തു പറയണമെന്നറിയാതെ മണിയമ്മ നിന്നു. എന്റെ വിവാഹം നടത്താനും നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങാനുമാ അച്ഛൻ വന്നത്. ബിസിനസ് തുടങ്ങാനുള്ള തീരുമാനം അച്ഛൻ മാറ്റി. നഷ്ടത്തിലാവുമത്രേ. അതിനിടയിലാ ദേവി ടീച്ചറെ പറ്റി അച്ഛൻ അപവാദം കേട്ടത്. നാട്ടിൽ നിൽക്കാൻ പറ്റില്ലെന്ന് അച്ഛന് മനസ്സിലായി. കല്യാണം നടത്തിയിട്ട് ഉടനെ ഗൾഫിലേക്ക് പോകാനാ അച്ഛന്റെ പുതിയ തീരുമാനം. 200 പവനും വീടും എനിക്ക് തരാമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. വീടിനും പറമ്പിനും 3-4 കോടിക്ക് പുറത്ത് ആസ്തി വരും. ഇതൊന്നും അമ്മയോട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ മഹിയേട്ടനെ നേരിൽ കണ്ട് സംസാരിക്കാനാ അച്ഛൻ ഇവിടെ വന്നത്. മണിയമ്മ മിഴിച്ചു നിന്നു. ഏതിനും അവൻ വരട്ടെ, മഞ്ജു പറഞ്ഞു. എന്റെ സമ്മതം അറിഞ്ഞാൽ മഹിയേട്ടൻ ഒന്നും പറയില്ല. എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ അത് മഹിയേട്ടനുമായിട്ടാ. അമൃത ചിരിച്ചുകൊണ്ട് മഞ്ജുവിന്റെ കയ്യിൽ പിടിച്ചു. എന്നാൽ ഞാൻ പോട്ടെ. ക്ലാസ്സിന് പോകുന്ന വഴിക്കാ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞാനിവിടെ വന്നതൊന്നും അമ്മ അറിയരുത്. രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. മോനെ, പിന്നെ കാണാമെടാ. ആന്റി ഉടനെ ഇങ്ങോട്ട് വരും. കുഞ്ഞിന്റെ കവളെ മൃദുവായി തട്ടിയിട്ട് അമൃത മുറ്റത്തിറങ്ങി നടന്നു. വളവ് തിരിഞ്ഞപ്പോൾ കാറിന് പുറത്തിറങ്ങി സഞ്ജു നിൽപ്പുണ്ട്. അവളെ കണ്ട് അവൻ വണ്ടിയിൽ കയറി. തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് അവൾ കാറിൽ കയറി. അച്ഛൻ ചെന്നത് എന്തിനാന്ന് അവർക്കറിയില്ല. ശരിക്കും ഞെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊരു സീൻ കിടക്കട്ടെ. ഇതിന്റെ ആവശ്യം മുന്നോട്ട് പോകുമ്പോൾ ഉപകാരപ്പെടും. അവൻ കാർ മുന്നോട്ടെടുത്തു. മണിയമ്മ ഇപ്പോൾ തന്നെ അയാളെ വിളിച്ചു പറയും. അയാൾ ഉടൻ ആ സ്ത്രീയുടെ ചെവിയിലും എത്തിക്കും. അവൻ ചിരിച്ചു. അവരും അറിയണം. നീ വീട്ടിൽ ചെന്നാലുടൻ ഇവിടെ വന്ന് സംസാരിച്ചത് പറയണം. അവർക്കത് അത്ര വലിയ ഷോക്കൊന്നും ആവില്ല. കല്യാണം നടക്കണമെങ്കിൽ അവൻ സമ്മതിക്കണ്ടേ? നീ മഹിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ആ പിടിവാശിയിൽ നിൽക്കണം. അതാണ് ഇനി അങ്ങോട്ട് അമ്മുവിന്റെ സ്റ്റാൻഡ്. അമൃതയുടെ സെൽ റിങ് ചെയ്തു. ബാഗിൽ നിന്ന് അവൾ ഫോൺ എടുത്തു നോക്കി. ദേവി ചെറിയമ്മയാ. എല്ലാ വിവരവും ഞാൻ ചെറിയമ്മയെ വിളിച്ചു പറഞ്ഞിരുന്നു. അവൾ കോൾ എടുത്തു. ദേവി ചെറിയമ്മേ. ദേവി പാർവതി അമ്മയുടെ അടക്കി പിടിച്ച വാക്കുകൾ അവളുടെ കാതിലെത്തി. അമൃതയുടെ നടുക്കം കണ്ട് സഞ്ജു കാർ ചവിട്ടി നിർത്തി. എന്തു വന്നാലും ചെറിയമ്മ അച്ഛനെ വിടരുത്. ഞാൻ ഉടനെ അവിടെ എത്തും. കരച്ചിലോടെ അമൃത കാതിൽ നിന്ന് ഫോൺ എടുത്തു.
എന്താ അമ്മു? അച്ഛനിപ്പോ ദേവി ചെറിയമ്മയെ കാണാൻ ചെന്നത്രേ. ചോരക്കറ പുരണ്ട ഡ്രസ്സുമായിട്ട് അമൃത പൊട്ടിക്കരഞ്ഞു. അച്ഛൻ അയാളെ കൊന്നിട്ടുണ്ട്. അമ്മു കരയാതെ. സഞ്ജു അവളുടെ ചുമലിൽ പിടിച്ചു. സഞ്ജു, പ്ലാൻ ചെയ്തതെല്ലാം വെറുതെയായില്ലേ? എന്റെ അച്ഛനൊരു കൊലപാതകയായി. ഞാൻ അങ്ങനെ കരുതുന്നില്ല. അങ്കിൾ അയാളെ വകവരുത്തിയെങ്കിൽ ഒരിക്കലും ദേവി ടീച്ചറിനെ കാണാൻ പോവില്ല. ഞങ്ങളെ ദേവി ചെറിയമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാനാ അച്ഛൻ പോയത്. അച്ഛൻ അത് തന്നെയാണ് മനസ്സിൽ കാണുന്നത്. സഞ്ജു, വണ്ടി മാങ്കുരിശിക്ക് വിട്. അച്ഛൻ പോലീസിൽ കീഴടങ്ങാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് കാണണം. മുഖം പൊത്തിപ്പിടിച്ച് അവൾ കരഞ്ഞു. സഞ്ജു കാർ മുന്നോട്ടെടുത്തു. സഞ്ജുവിൻ്റെ അങ്കിൾ DYSP അല്ലേ? അങ്കിളിനെ വിളിച്ചാൽ കൊടൈക്കനാലിൽ വല്ല കൊലപാതകവും നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയില്ലേ? അന്വേഷിച്ചറിയാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് അപകടം ചെയ്യും. ദൃക്സാക്ഷിയില്ലാതെയാണ് അങ്കിൾ അത് ചെയ്തതെങ്കിൽ പ്രതിയെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ആവില്ലേ? ഒരു മർഡർ നടത്തിയിട്ട് ആരുടെ കണ്ണിലും പെടാതെയാ അങ്കിൾ നാട്ടിലെത്തിയതെങ്കിലോ? അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവനെ നോക്കി. മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് അങ്കിൾ രക്ഷപ്പെട്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല. അതൊരു ആശ്വാസ വാക്കാണെന്ന് അവൾക്ക് തോന്നി. മഹി കൊല്ലപ്പെട്ടെങ്കിൽ ആരോ അങ്കിളിനെ സംശയിക്കില്ല. മറ്റുള്ളവരുടെ മുൻപിൽ അങ്കിളിന് പ്രിയപ്പെട്ടവനാ മഹി. ആ സ്ത്രീക്ക് പോലും സംശയം ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ അവർക്കത് മനസ്സിൽ വെക്കാനേ കഴിയൂ. ചോര പുരണ്ട ഡ്രസ്സുമായിട്ടല്ലേ അച്ഛൻ തിരിച്ചു വന്നത്? രാത്രി ഏതെങ്കിലും ബസ്സിൽ കയറി വന്നതാവും. ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനി എന്തും അങ്കിളിനെ നേരിൽ കണ്ടിട്ട് മതി. നീ നിന്റെ വീട്ടിലേക്ക് ഇന്ന് വിളിക്ക്. അയാൾ കൊല്ലപ്പെട്ടെങ്കിൽ ആ സ്ത്രീ അറിയാതിരിക്കില്ല. അയാളുടെ വീട്ടുകാർ വിളിച്ചു പറയില്ലേ? വിറകയ്യോടെ അവൾ ഫോണിൽ മൃദുലയുടെ നമ്പർ ഡയൽ ചെയ്തു. റിങ് ചെയ്ത് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മൃദുലയുടെ സ്വരം വന്നു. മോളെ, നീ അവിടെ പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? അച്ഛൻ അവിടെ ചെന്നിട്ടില്ല. പിന്നെ ജയേട്ടൻ എവിടെ പോയി? മഹിയേട്ടനെ വിളിച്ചോ? ഞാൻ 2-3 തവണ അവനെ ട്രൈ ചെയ്തു. ഫോൺ സ്വിച്ച് ഓഫാ. അവൻ ഇങ്ങ് എത്തിയാൽ മതിയായിരുന്നു. അവൾ കോൾ കട്ട് ചെയ്തു. എന്താ? സഞ്ജു ചോദിച്ചു. അവർ ഒന്നും അറിഞ്ഞിട്ടില്ല. 2-3 തവണ വിളിച്ചിട്ടും അയാളെ കിട്ടിയില്ലെന്ന്. അതിന്റെ അർത്ഥം അയാൾ കൊല്ലപ്പെട്ടെന്നല്ലേ? അവൾ കരഞ്ഞു. അവർ വിളിച്ചാൽ അയാൾ ഫോൺ എടുക്കാതിരിക്കില്ല. അയാൾ ജീവനോടിരിപ്പില്ല. സഞ്ജു കാറിന്റെ വേഗം കൂട്ടി. മൃദുല ഒന്നുകൂടി മഹേഷിന്റെ നമ്പറിലേക്ക് വിളിച്ചു. സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു എന്ന അറിയിപ്പ് കേട്ടു. ജയേട്ടന്റെ കാര്യത്തിൽ അവന് താല്പര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവനായിട്ട് ഒരു കടുങ്കയും ചെയ്യരുതെന്ന പ്രാർത്ഥന. അവൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പുറത്ത് ഒരു വണ്ടിയുടെ ഇരമ്പൽ കേട്ടതും മൃദുല പൂമുഖത്തേക്ക് ഓടി വന്നു. ഗേറ്റ് കടന്ന് ഒരു XUV മുറ്റത്തെത്തിയിരുന്നു. അതിൽ നിന്ന് 2 ചെറുപ്പക്കാർ പുറത്തിറങ്ങി. കാഴ്ചയിൽ സുമുഖരായിരുന്നു 2 പേരും. മൃദുലയുടെ ഹൃദയതാളം ഉച്ചത്തിലായി. ജയരാമേട്ടന്റെ വീടല്ലേ? അതിലൊരാൾ ചോദിച്ചു. അതെ. മൃദുലയുടെ ഒച്ച വിറകൊണ്ടു. അവൻ ചിരിച്ചു. മൃദുല ചേച്ചിയല്ലേ? അവൾ ക്ഷണിക്കാതെ തന്നെ 2 പേരും സിറ്റൗട്ടിൽ കയറി. മൃദുലയുടെ മനസ്സ് തണുത്തു. ഞാൻ ജയരാമേട്ടന്റെ കൂടെ ഗൾഫിലുണ്ടായിരുന്നു. എൻ്റെ പേര് സൂരജ്. ഇതെന്റെ ഫ്രണ്ട്. ആ പേര് മൃദുല ജയരാമനിൽ നിന്നും കേട്ടിരുന്നു. ഇരിക്കൂ. 2 പേരും സിറ്റൗട്ടിലെ കസേരകളിൽ ഇരുന്നു. ജയരാമേട്ടൻ ഇവിടെ ഇല്ലേ? ഇല്ല. ഇന്നലെ ഒരാളെ കാണാൻ പോയതാ. മൃദുല ഒന്ന് പരിങ്ങി. ഞാൻ ഇന്നലെ മുതൽ ഫോണിൽ വിളിക്കുക. ആളെ കിട്ടിയില്ല. അങ്ങനെ ചോദിച്ചറിഞ്ഞു വന്നത്. ഫോൺ എടുക്കാതെയാണോ പോയത്? ഞാൻ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ആകെ പരിഭ്രമിച്ചിരിക്കുക. കള്ളം പറയാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് മൃദുലയ്ക്ക് തോന്നി. അത് ജയരാമേട്ടന്റെ സ്ഥിരം പരിപാടിയാ. അവിടെ വെച്ചും ഫോൺ ഫ്ലാറ്റിൽ വെച്ചും മറന്നിട്ടാവും ജോലി സ്ഥലത്തേക്ക് പോവുക. നാട്ടിൽ വന്നിട്ടും ഒരു മാറ്റവും വന്നിട്ടില്ല. സൂരജ് ചിരിച്ചു. കുടിക്കാനെടുക്കാം. ഒന്നും വേണ്ട. വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം ജയരാമേട്ടനോട് സംസാരിക്കാനാ ഞാൻ വന്നത്. ഞാൻ ഇന്നലെയാ നാട്ടിലെത്തിയത്. 1 മാസം കൂടി കഴിഞ്ഞ് വരാനിരുന്നതാ. ജയരാമേട്ടൻ വന്നാലുടൻ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. അവൻ പോക്കറ്റിൽ നിന്ന് പേനയെടുത്ത് ടീപ്പോയിൽ കിടന്ന പത്രത്തിൽ ഫോൺ നമ്പർ കുറിച്ചു. ഇതാ നാട്ടിലെ എൻ്റെ നമ്പർ. മൃദുല തലയാട്ടി. സൂരജും കൂട്ടുകാരനും എഴുന്നേറ്റു. കുട്ടികൾ പഠിക്കാൻ പോയോ? പോയി. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ചേച്ചി. വന്നാലുടൻ എന്നെ വിളിക്കാൻ പറയണേ. പറയാം. 2 പേരും മുറ്റത്തിറങ്ങി കാറിൽ കയറി. വണ്ടി പുറത്തേക്ക് പോകുന്നത് നോക്കി മൃദുല അവിടെ നിന്നു. നിനക്കെന്താ ഭ്രാന്തായോ? നീ എന്ത് ഭാവിച്ച അവനെ ഇവിടെ പിടിച്ചിരുത്തിയത്? അവന്റെ ഷർട്ടിലും മുണ്ടിലും ചോരക്കറയാ. അവനോട് ഇറങ്ങിപ്പോകാൻ ഞാൻ ചെന്ന് പറയാൻ പോവുക. ഭാരതിയമ്മ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തിരിഞ്ഞതും ദേവി പാർവതി അവരെ പിടിച്ചു നിർത്തി. അമ്മേ,
എന്താടി, നിനക്ക് രസിച്ചില്ലേ? അവൻ ആരെയോ കൊന്നിട്ടാ വന്നിരിക്കണേ. കുറച്ച് മനുഷ്യത്വം കാണിക്കമ്മേ. രാമേട്ടൻ ആരെയും കൊന്നിട്ടൊന്നുമല്ല വന്നിരിക്കണത്. വണ്ടി ആക്സിഡന്റ് ആയപ്പോ നെറ്റിയടിച്ച് മുറിഞ്ഞതാന്ന് പറഞ്ഞതല്ലേ? അതവൻ കള്ളം പറഞ്ഞതാ. അല്ലെങ്കിൽ തന്നെ എന്തിനവൻ ഇങ്ങോട്ട് കയറി വന്നു? അവന് വീടും കുടുംബവും ഇല്ലേ? എന്തിനു നമ്മളെ ദ്രോഹിക്കാൻ വരണം? അമ്മ എത്ര തുള്ളിയാലും അമ്മ വരാതെ രാമേട്ടനെ ഞാൻ വിടില്ല. അതിന് നിന്റെ ആരാടി അവൻ? രാമേട്ടൻ എന്റെ ആരാന്ന് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരണോ? എടുത്തടിച്ചതുപോലെ ദേവി പാർവതി ചോദിച്ചു. ഭാരതിയമ്മ അവളെ പകച്ചു നോക്കി. ഒരു പ്ലേറ്റ് എടുത്ത ദേവി പാർവതി 4 ദോശ എടുത്തു വെച്ചു. അരികിൽ ചട്നി ഒഴിച്ചു. ഭാരതിയമ്മയെ ഗൗനിക്കാതെ അവൾ പൂമുഖത്തേക്ക് നടന്നു. ക്ഷീണിതനായി ജയരാമൻ ചാരുപടിയിൽ ചാരിയിരിപ്പുണ്ട്. ഇടത് നെറ്റിയിലെ മുറിവ് നീര് വെച്ച് വീങ്ങി നിൽപ്പുണ്ട്. അതിൽ രക്തവും നീരും പൊടിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവൾ പ്ലേറ്റ് അയാൾക്കടുത്തേക്ക് വെച്ചു. രാമേട്ടൻ, കാപ്പി കഴിക്ക്. എനിക്ക് വിശപ്പും ദാഹവും ഇല്ല. വാശി പിടിക്കാതെ കഴിക്ക് രാമേട്ടാ. രാമേട്ടന് പറയാനുള്ളത് ഞാൻ കേൾക്കണമെങ്കിൽ ഞാൻ തരുന്ന ഭക്ഷണം കഴിക്കണം. ഞാൻ ചായ എടുത്തിട്ട് വരാം. അവൾ അകത്തേക്ക് നടന്നു. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അയാൾ പ്ലേറ്റ് കയ്യിലെടുത്തു. ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഇനി തന്റെ മക്കൾക്ക് അന്നം കൊടുക്കേണ്ടത് അവളാണെന്ന് അയാൾ ഓർത്തു. ചായക്കപ്പുമായി ദേവി പാർവതി വന്നു. അയാൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. ചായ വെച്ചിട്ട് എതിരെ ചുമരിൽ ചാരി അവൾ നിന്നു. എല്ലാ വിവരവും അമ്മു എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇനിയൊരു മുഖവുരയുടെ ആവശ്യമില്ലല്ലോ. അത് നന്നായി. അയാൾ ചായ എടുത്ത് കുടിച്ചു. രാമേട്ടൻ അവനെ അന്വേഷിച്ച് കൊടൈക്കനാലിലേക്കല്ലേ പോയത്? ആരെ? അയാൾ ദേവി പാർവതിയെ നോക്കി. അമ്മ കാതു കൂർപ്പിച്ച് അകത്ത് നിൽപ്പുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. ആ പേര് ഞാൻ പറയണോ? ഈ മുറിവൊക്കെ എങ്ങനെയാ പറ്റിയേ? അവനെ നേരിൽ കണ്ടോ? എന്നോടെങ്കിലും രാമേട്ടൻ സത്യം പറ. ഞാൻ പോയത് കാസർഗോഡിനാ. അവിടെ ഗുഡലു എന്നൊരു സ്ഥലമുണ്ട്. അയാൾ കാപ്പി കഴിച്ച് തീർത്ത് എഴുന്നേറ്റ് പോയി കൈ കഴുകി. ദേവി പാർവതി അങ്ങോട്ട് ചെന്നു. പക്ഷേ മഹിയെ തേടിയ രാമേട്ടൻ പോയതെന്ന പേടിയിലായിരുന്നു അമ്മു. ഞാൻ എന്തിനാ അവനെ തേടി പോണം? അവരൊക്കെ ജീവിക്കാൻ പഠിച്ച ബുദ്ധിയുള്ളവരാ. ഞാൻ മണ്ടനും. ജയരാമൻ കിണറ്റു ഭിത്തിയിൽ ചെന്നിരുന്നു. വലിയൊരു മാറ്റം അയാൾക്ക് വന്നതുപോലെ ദേവി പാർവതിക്ക് തോന്നി. കണ്ണുകളിൽ കാണുന്നത് പ്രതികാരാഗ്നിയല്ല, നിസ്സംഗത മാത്രമാണ്. ഇത്ര പെട്ടെന്നൊരു മാറ്റം രാമേട്ടൻ എങ്ങനെ സംഭവിക്കാനാണ്? എന്റെ എല്ലാ ദുരന്തങ്ങൾക്കും കാരണക്കാരൻ ഞാൻ മാത്രമാണെന്ന് എനിക്കറിയാം. എന്തിനു മൂന്നാമതൊരാളെ കുറ്റം പറയണം? അത് കഴിവുകേട് മറച്ചു വെക്കാനുള്ള പാഴ്ശ്രമം മാത്രമാണ്. കാക്കയുടെ കൊക്കിലിരിക്കുന്ന അപ്പകഷ്ണം തട്ടിയെടുത്ത കുറുക്കന്റെ കഥ ദേവിക്കറിയില്ലേ? ജയരാമൻ ചിരിച്ചപ്പോൾ ദേവി പാർവതിക്ക് ഭയം തോന്നി. അവൻ ബുദ്ധിമാനായ കുറുക്കനും ഞാൻ മണ്ടനായ കാക്കയും. അവനെ എന്തിനു പഴിക്കണം? കൊണ്ടുപോയി അനുഭവിക്കട്ടെ. രാമേട്ടാ, ദേവി സംശയിക്കണ്ട. എനിക്ക് മനോനില തെറ്റിയിട്ടൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ മനസ്സ് വളരെ ശാന്തമാണ്. കൊല്ലാനും കൊല വിളിക്കാനുമുള്ള പക എനിക്കില്ല. ദേവി പാർവതിക്ക് അപ്പോഴും വിശ്വസിക്കാനായില്ല. എനിക്ക് റാസൽ ഖൈമ എയർപോർട്ടിൽ ജോലി തരപ്പെടുത്തി തന്ന ഒരു വലിയ മനുഷ്യനുണ്ട്. പൂക്കോട്ട് കുഞ്ഞിക്ക എന്ന അദ്ദേഹത്തിന്റെ വിളിപ്പേര്. അവിടെ സൂപ്പർ മാർക്കറ്റ് നടത്തിയിരുന്ന ആളാ. മക്കളാ ഇപ്പോൾ അത് നോക്കി നടത്തുന്നത്. ഞാൻ കുഞ്ഞിക്കയെ കാണാനാ പിന്നീട് പോയത്. എല്ലാ കഥകളും ഞാൻ കുഞ്ഞിക്കയോട് പറഞ്ഞു. ഒരു ദിവസം കൂടെ താമസിപ്പിച്ചു. എൻ്റെ ഉള്ളിലെ പകയും നിരാശയും എല്ലാം അദ്ദേഹം അലിയിച്ചു കളഞ്ഞു. നിസ്കാരം കഴിഞ്ഞിറങ്ങി വന്ന കുഞ്ഞിക്ക പള്ളിമുറ്റത്ത് വെച്ച് പറഞ്ഞത് ദേവി കൂടി കേൾക്കണം. നിന്നെ കവിഞ്ഞ് അവൾ മറ്റൊന്ന് മോഹിക്കുമ്പോൾ അവളെ അടിമയായി പിടിച്ചു നിർത്താൻ നിനക്ക് അവകാശമല്ല. അവളെ തടയരുത്. 2 പെൺമക്കളെ പ്രസവിച്ചു വളർത്തി ഇതുവരെ എത്തിച്ചതിനുള്ള പ്രതിഫലമായി അവൾ കൊണ്ടുപോയതിനെ കാണാൻ മനസ്സുണ്ടാവണം. അവൾ ഒന്നും തട്ടിയെടുത്തതല്ല, നീ തന്നെ അവൾക്ക് നൽകിയതാണ്. അതിന് അവകാശി അവൾ തന്നെയാണ്. അവൾ ചെയ്തത് തെറ്റോ ശരിയോ എന്ന് നിശ്ചയിക്കേണ്ടത് സൃഷ്ടാവാ. അതിനെ ആ വഴിക്ക് വിടുക. ജയരാമൻ സൗമ്യമായി ചിരിച്ചു. കുഞ്ഞിക്കയുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കാൻ തയ്യാറായിട്ടാ ഞാൻ തിരിച്ചു വന്നത്. അയാളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ദേവി പാർവതിക്ക് അപ്പോഴും മനസ്സിലായില്ല. ഞാൻ കുഞ്ഞിക്കയെ കാണാൻ പോയത് മനസ്സിലൊരു ആഗ്രഹം വെച്ചിട്ടായിരുന്നു. അതിനെനിക്ക് ഉൾക്കരുത്ത് തന്നത് എൻ്റെ മോളായിരുന്നു. ഞാൻ പറയാതെ തന്നെ കുഞ്ഞിക്ക എന്നോടത് ഇങ്ങോട്ട് പറഞ്ഞു. എനിക്കൊരു വിസ ശരിയാക്കി തരാമെന്ന്. രാമേട്ടൻ തിരിച്ചു പോവുകയാണോ? അവിശ്വസനീയതയോടെ അവൾ ചോദിച്ചു. പോകണം. എൻ്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി പോയേ തീരൂ. നഷ്ടബോധം തീണ്ടാതെ എനിക്കും ജീവിക്കണം.
ഇനി 20 വർഷം അധ്വാനിക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട്. 60 വയസ്സ് വരെ മാത്രമേ വിസ കിട്ടൂ. എന്റെ കുട്ടികളെ ഒരു കരയ്ക്ക് കൊണ്ടെത്തിക്കാൻ കിട്ടുന്ന സമയം മതി എനിക്ക്. അതൊരു നല്ല തീരുമാനമാണെന്ന് ദേവി പാർവതിക്ക് തോന്നി. നാട്ടിൽ വന്നിറങ്ങിയ ദിവസം മുതൽ തീ പിടിച്ച ഓട്ടമായിരുന്നു. ചതിക്കപ്പെട്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഏത് മനുഷ്യനും ചെയ്തു പോകാവുന്നതൊക്കെ എന്റെ ജീവിതത്തിലും സംഭവിച്ചു. എന്റെ കുട്ടികൾക്ക് നല്ലൊരു ജീവിതം ഈശ്വരൻ കുറിച്ചിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ എന്നെ അവർ സമൂഹത്തിൽ അപഹാസ്യരായനെ. പിന്തിരിഞ്ഞ് നടക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അതാണ്. വീടിന്റെ വിലയാധാരം നടക്കാത്ത നിലയ്ക്ക് സിനിമ പുറത്തിറങ്ങിയാലുടൻ മൃദുല കടം വീട്ടിയെന്ന് വരും. രാമേട്ടൻ നാട്ടിലുള്ളതാ അവർക്ക് അസൗകര്യം ഉണ്ടാക്കണത്. ദേവി അങ്ങനെയാണോ കരുതുന്നത്? പടം തിയേറ്ററിലെത്തുമെന്ന് എന്തുറപ്പാണുള്ളത്? അവളെ അവൻ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നതാ. കുഞ്ഞിക്ക പറഞ്ഞത് തന്നെ സംഭവിക്കും. അവന്റെ ജീവിതത്തിൽ അവൾക്കൊരു സ്ഥാനവും കിട്ടാൻ പോകുന്നില്ല. സർവവും നഷ്ടപ്പെട്ട് പെരുവഴിയിൽ ഇറങ്ങാൻ പോകുന്നത് അവളാണ്. ദൈവം അവൾക്ക് വിധിച്ച ശിക്ഷ അതായിരിക്കും. അങ്ങനെയൊരു അവസ്ഥ വരുമ്പോൾ അവളുടെ ഇടം വലം എൻ്റെ മക്കളുണ്ടാവരുത്. അതിനു മുമ്പ് അവരെയും കൊണ്ടിറങ്ങണം. രാമേട്ടൻ പോയ പിന്നെ കുട്ടികൾ എന്തു ചെയ്യും? മൃദുലയ്ക്കൊപ്പം ആവില്ലേ അവർ? അമ്മ അവിടെ നിൽക്കുമെന്ന് രാമേട്ടൻ കരുതണ്ട. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു അറബി രാജ്യത്തേക്ക് കയറിപ്പോകാനുള്ള ഏർപ്പാട് കുഞ്ഞിക്ക ചെയ്യും. മക്കളെ ഏട്ടത്തിയുടെ വീട്ടിൽ കൊണ്ട് നിർത്താനാ കുഞ്ഞിക്ക പറഞ്ഞത്. എനിക്കതിന് സാധ്യമല്ലെന്ന് ദേവിക്കറിയാലോ. ദേവി പാർവതിയുടെ ഉള്ളു തുടിച്ചു. വിസ ശരിയായി വരാൻ എന്തായാലും കുറച്ച് സമയമെടുക്കും. ഒരു വാടക വീടെടുത്ത് മാറിയതുകൊണ്ടും പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. രാമേട്ടൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അവർക്കൊരു കുറവും വരുത്താതെ ഞാൻ നോക്കിക്കൊള്ളാം. നനവൂറിയ കണ്ണോടെ ജയരാമൻ ദേവി പാർവതിയെ നോക്കി. മനസ്സിൽ ആഗ്രഹിച്ചത് തന്നെ അവളും പറഞ്ഞു. ദേവിയുടെ മുന്നിൽ അങ്ങനൊരു അപേക്ഷ വെക്കാനാ നേരെ ഞാനിങ്ങോട്ട് വന്നത്. ശരിക്കും വേണ്ടത് ഇതാണ് രാമേട്ട. എന്തെല്ലാം രാമേട്ടൻ പ്ലാൻ ചെയ്തു? എന്റെയും വിനയൻ മാഷിന്റെയും വിവാഹം, 2 കൊലപാതകം. ഒന്നും രാമേട്ടന്റെ തലയിൽ കയറിയില്ല. വീടും പറമ്പും കൈവിടാതിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ചിന്തയൊന്നും എന്നെ ബാധിക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? ഞാൻ നോക്കേണ്ടത് എൻ്റെ കുട്ടികളുടെ ഭാവി. അവരുമായി വീട് വിട്ടിറങ്ങുമ്പോൾ മൃദുല വിവരങ്ങളൊക്കെ അറിയില്ലേ? ഇനി എന്തിന് ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് ഞാൻ നടിക്കണം? ചാരു മാത്രമേ ഇപ്പോഴും അമ്മയുടെ മുഖം തിരിച്ചറിയാതെയുള്ളൂ. അമ്മ അവൾക്കത് മനസ്സിലാക്കി കൊടുക്കും. ഒരക്ഷരം മൃദുലയ്ക്ക് ശബ്ദിക്കാൻ കഴിയാതെ വരും. വിനീന്റെ കയ്യിൽ അവളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മക്കൾ അവളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയിട്ട് എൻ്റെ കൂടെ ഇറങ്ങി വരും. ജയരാമൻ എഴുന്നേറ്റു. പിന്നെ അവൾ എന്തു ചെയ്യുമെന്ന് ദേവി ആലോചിച്ചു നോക്ക്. ഒന്നുകിൽ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകണം. അവന്റെ ലക്ഷ്യം അവളുടെ പേരിലുള്ള സ്വത്ത് മാത്രമായിരുന്നു. അതവൻ കൈക്കലാക്കി കഴിഞ്ഞു. അവനേക്കാൾ 8-9 വയസ്സ് പ്രായമുള്ള കെട്ടുപ്രായം തികഞ്ഞ 2 പെൺമക്കളുടെ അമ്മയെ അവൻ കയ്യേൽക്കുമോ? ഒരിക്കലുമില്ല. ജയരാമൻ ചിരിച്ചു. ഇനി അവൾ വല വെച്ച് വിരിച്ചാൽ പോലും അവനെ കിട്ടില്ല. എന്തു പറഞ്ഞ് അവൾ മണിച്ചേച്ചിയുടെ വീട്ടിൽ ചെല്ലും? അവർ ചൂലെടുക്കും. പിന്നെയുള്ളത് എന്താണെന്ന് പറയാതെ തന്നെ അറിയാലോ. ആ വീട്ടിൽ അവൾ കെട്ടിത്തൂങ്ങും. അവളെപ്പോലുള്ളവർക്ക് ദൈവം വിധിച്ചത് അത് തന്നെയാ. അവളുടെ ശവം കാണാൻ പോലും എൻ്റെ മക്കൾ പോവില്ല. ദേവി പാർവതി മരവിപ്പോടെ നിന്നു. മൃദുലയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയ ദുരന്തം തന്നെയാണ്. ഇനി എൻ്റെ ചിന്തകൾക്കപ്പുറത്താണ് അവരുടെ പ്രണയമെങ്കിൽ അവൾ അവൻ്റെ കൂടെ ജീവിക്കട്ടെ. ഞാനോ എൻ്റെ മക്കളോ ആ വഴിക്ക് പോവില്ല. എൻ്റെ കുട്ടികൾ അവർക്ക് അമ്മയില്ലെന്ന് കരുതിക്കോളും. എൻ്റെ മനസ്സിൽ അവൾ എന്നേ മരിച്ചു. വേദനയുടെ നേർത്തൊരു ലാഞ്ചന പോലും അയാളുടെ വാക്കുകളിൽ ഉണ്ടായില്ല. അമ്മായിക്ക് പല സംശയങ്ങളുമുണ്ട്. അവരുടെ മുന്നിൽ ദേവി ഒന്നും മറച്ചു വെക്കേണ്ട. എല്ലാം എല്ലാവരും അറിയാൻ പോവുകയാണ്. എൻ്റെ കുട്ടികൾ ഇവിടെ നിൽക്കുന്നതിൽ അമ്മായിക്കോ ഭദ്രനോ നീരസമുണ്ടെങ്കിൽ ദേവി അത് മനസ്സിൽ വയ്ക്കരുത്. മുഷിഞ്ഞ നോട്ടമോ വാക്കോ അവർക്ക് താങ്ങാനാവില്ല. ചാരുവിൻ്റെ കാര്യത്തിലെ എനിക്ക് ഏറ്റവും ഉത്കണ്ഠ. ഇവിടെ ആരും അവരെ അന്യരായി കാണില്ല രാമേട്ട. അമ്മ ഓരോന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടണത് രാമേട്ടനുള്ളിൽ കൊണ്ടു നടക്കുന്ന തീ എന്താണെന്ന് അറിയാഞ്ഞിട്ടാ. മംഗലാപുരത്ത് കുഞ്ഞിക്കയ്ക്ക് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. വിസ ശരിയാവുന്നതുവരെ അവിടെ ഞാൻ ജോലിക്ക് കയറും. കുട്ടികളുടെ പേര് പറഞ്ഞ് ഞാനിങ്ങോട്ട് വരില്ല. അവരെ കാണണമെന്ന് തോന്നിയ പുറത്തു വെച്ച് കണ്ടോളാം. എന്ത് സഹായത്തിനും വിനയനും ഉണ്ടാവും. അവരുടെ കാര്യം ഓർത്ത് രാമേട്ടൻ മനസ്സ് വേദനിപ്പിക്കണ്ട. രാമേട്ടനെ കാണാതെ എല്ലാവരും പല വഴിക്ക് അന്വേഷിക്കുക. ആളിങ്ങടെ എത്തിയ വിവരം ഞാൻ അമ്മൂനെ വിളിച്ചു പറഞ്ഞു. അവളിപ്പോ വരും. അത് വേണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കയറി മുറിവ് ഡ്രസ് ചെയ്യണം.
അവളോട് ഇങ്ങോട്ട് വരണ്ടെന്ന് ദേവി വിളിച്ചു പറ. ഹോസ്പിറ്റലിൽ പോകേണ്ടതല്ലേ, അവളും വന്നോട്ടെ. പുറത്ത് വെച്ചൊരു കൂടിയാലോചന നല്ലതാ. അയാൾ തലയാട്ടി. ഞാനും ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. കുറച്ച് അയൽക്കാരെയും നാട്ടുകാരെയും വീട്ടിലേക്ക് ക്ഷണിക്കണം. എല്ലാവരെയും സാക്ഷിയാക്കി വേണം അവളെ മുന്നിൽ കൊണ്ട് നിർത്തി എനിക്കെല്ലാം വെളിപ്പെടുത്താൻ. കിടപ്പാടം ഉൾപ്പെടെ സർവ്വതും നഷ്ടപ്പെട്ട ജയരാമൻ പെൺമക്കളെയും കൊണ്ട് തെരുവിലിറങ്ങുന്നത് നാട്ടുകാരുടെ മുന്നിലൂടെ ആവണം. അവളത് കണ്ടു നിൽക്കണം. ഭദ്രനോടും അങ്ങോട്ട് വരാൻ ദേവി പറയണം. ആ സമയം സഹായഹസ്തവുമായി ഭദ്രൻ മുന്നോട്ട് വരണം. അവനും കുറെ പഴി കേട്ടതല്ലേ. എന്നെയും എൻ്റെ മോളെയും ഇല്ലാതാക്കാൻ അവളും അവനും കൊട്ടേഷൻ കൊടുത്ത ആ ഗുണ്ടയുടെ പേരും ഞാൻ പറയും. ഭദ്രേട്ടൻ വരും. എനിക്ക് വിനീനെ ഒന്ന് കാണണം. ദേവിയുടെ ഫോണൊന്ന് തരണം. ഇപ്പോൾ കൊണ്ടുവരാം. ദേവി പാർവതി അകത്തേക്ക് ഓടി. ജയരാമൻ കിണറ്റു ഭിത്തിയിലിരുന്നു. ഇനി തൻ്റെ മക്കൾ ഈ വീട്ടിൽ ജീവിക്കും. അവരെ കണ്ണിലെ കൃഷ്ണമണികൾ പോലെ ദേവി നോക്കിക്കോളും. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും കരുതലും അവൾ നൽകും. ജയരാമൻ തോറ്റുപോവില്ല. കുഞ്ഞിക്കയുടെ വാക്കുകൾ അയാളുടെ കാതിൽ മുഴങ്ങി. പത്തരമാറ്റുള്ള പെണ്ണ് നിന്നെ ഭജിച്ചു കഴിയുമ്പോൾ നിനക്ക് എന്താടാ മോനെ നഷ്ടമായത്? എനിക്കൊന്നും വേണ്ട കുഞ്ഞിക്ക. എൻ്റെ മക്കളെ ഒരു കര കയറ്റിയാൽ മാത്രം മതി. അതിൽ കവിഞ്ഞൊരു മോഹവുമില്ല. ഇതുവരെ അണിഞ്ഞ വിഡ്ഢിവേഷവും മനസ്സിൽ കൊണ്ടു നടന്ന അഗ്നികുണ്ഡവും ജയരാമൻ ഇന്നിറക്കി വെക്കുകയാണ്. അടുത്ത ഭാഗം നാളെ.